അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരികയാണ്. പരിശുദ്ധമായ ശഅബാനിൻ്റെ 15 രാവിനെ സംബന്ധിച്ച് മുഫസ്സിറുകളും അതുപോലെ മദ്ഹബിൻ്റെ ഇമാമുകളും പിൽക്കാലത്ത് കടന്നു വന്ന സലഫുസ്സാലിഹീങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാരുമെല്ലാം അതിൻ്റെ പ്രാധാന്യവും മഹത്വവും നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ആ രാവിൽ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന രാവാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. അതിൻ്റെ പകലിൽ നോമ്പ് പിടിക്കുകയും രാത്രിയെ നിങ്ങൾ ഹയാത്താക്കുകയും ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പകൽ നോമ്പ് പിടിക്കലും രാത്രിയെ പ്രാർത്ഥനകൾ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് മഹാന്മാരായ മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ, ഇബ്നു ഹജർ തങ്ങളടക്കമുള്ള ഇമാം റംലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഈ രാത്രിയിൽ ആരാണോ പൊറുക്കലിനെ ചോദിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുകയും ആരാണോ റിസ്ക്കിനെ ചോദിക്കുന്നവർക്ക് റിസ്ക്കിനെ വിശാലമാക്കി കൊടുക്കുകയും അവർ ആരാണോ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും അഥവാ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്ന രാവാണ്. വളരെ പ്രധാനപ്പെട്ട രാവാണ്. ഈ രാവിൽ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്നതിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ 3 യാസീനും സൂറത്ത് ദുഹാനും ഓതി അള്ളാഹുവിൽ കൂടുതൽ പ്രാർത്ഥന കൊണ്ടെടുക്കുന്ന ഒരു പതിവ് മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചാൽ, യാസീൻ സൂറത്ത് എന്ന് പറയുന്നത് ഖുർആൻ്റെ ഹൃദയഭാഗമാണ്. മാത്രമല്ല, യാസീൻ എന്തിനു വേണ്ടി ഓതിയോ അതിനുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅത ലഹു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യാസീൻ ഓതിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും, രണ്ടാമത്തെ യാസീൻ നമ്മുടെ റിസ്ക് വിശാലമായി ആപത്തിടങ്ങേറ് മുസീബത്തുകൾ ഒഴിവാകുന്നതിന് വേണ്ടിയും, മൂന്നാമത്തെ യാസീൻ ലോകത്തോട് വിട പറയുമ്പോൾ ശരിയായ ഈമാനോടുകൂടി മരണപ്പെടാൻ വേണ്ടിയുമാണ്. ഈ നിയ്യത്തുകൾ ചെയ്തുകൊണ്ട് നമ്മൾ പ്രത്യേകമായി യാസീൻ ഓതിയാൽ, യാസീൻ എന്തിനു വേണ്ടി ഓതിയോ അതിനുള്ളതാണെന്ന് പ്രവാചകൻ്റെ വചനം മുൻനിർത്തിക്കൊണ്ട് തന്നെ യാസീൻ്റെയും അതുപോലെ ഇജാബത്ത് കിട്ടുന്ന രാവിൻ്റെയും ഒക്കെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രാത്രിയെ ഹയാത്താക്കുന്നത്. അതുപോലെ സൂറത്ത് ദുഹാനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏത് രാത്രിയിലും സൂറത്ത് ദുഹാൻ ഓതിയാലും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോൾ പാപങ്ങൾ പൊറുക്കുകയും അതുപോലെ തന്നെ ആയുസ് നീളമായി കിട്ടുന്നതിന് വേണ്ടിയും റിസ്ക് വിശാലമാകാനും പ്രയാസങ്ങൾ പ്രതിസന്ധങ്ങൾ ഒഴിവാക്കാനും ലോകത്തോട് വിട പറയുമ്പോൾ ഈമാനോട് മരണപ്പെടാനും നിയ്യത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നത്. നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, സ്വീകരിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക, ഈ അസുലഭ മുഹൂർത്തം നഷ്ടപ്പെടുത്താതിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.